അരുൺ, അതേസമയം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഈ IMAയുടെ സമരം ഇത് നടക്കുകയാണ്. അത് സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാരും സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാരും ഒരേപോലെ സമരമുഖത്തേക്ക് എത്തുകയാണ്. ആരോഗ്യ മേഖലയിൽ വലിയൊരു സ്തംഭനമുണ്ടാകും, രോഗികൾ വല്ലാതെ ബുദ്ധിമുട്ടും. എന്താണ് ഒരു ബദൽ മാർഗം എന്നുള്ള രീതിയിൽ ആലോചിക്കുന്നത്? സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ. ആര്യ, IMAയുടെ സമരം സംസ്ഥാനത്തെ ആശുപത്രിയുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്ന് ഉറപ്പാണ്. OPകൾ ബഹിഷ്കരിച്ചാണ് സമരം. തിരുവനന്തപുരത്ത് 1000 ഡോക്ടർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് IMA ആസ്ഥാനത്ത് ഒരു പ്രതിഷേധം അവർ ഇന്ന് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 10 മണിയോടുകൂടി അത് സംഭവിക്കും. ഏതായാലും കോഴിക്കോട്ട് ഫാത്തിമ ആശുപത്രിയിലെ ഡോക്ടർക്കെതിരെയുള്ള അതിക്രമം, സംസ്ഥാനത്ത് ഒട്ടാകെ ഡോക്ടർമാർക്കെതിരെ ഉയർന്നു വരുന്ന അക്രമങ്ങൾ, ഈ വിഷയത്തിൽ തന്നെയാണ് IMA ഇത്തരമൊരു വലിയ സമരത്തിലേക്ക് പോകുന്നത്. മറ്റ് സംഘടനകളുടെയും ആരോഗ്യരംഗത്തെ മറ്റ് സംഘടനകളുടെ പിന്തുണയും അവർക്കുണ്ട്. പക്ഷെ അപ്പോഴും അവശേഷിക്കുന്നൊരു ചോദ്യം, ഡോക്ടർമാർക്കെതിരെ അക്രമം ഉണ്ടാകുന്നത് വസ്തു തന്നെയാണ്. അതിനപ്പുറത്തേക്ക് ഡോക്ടർമാരുടെ ഭാഗത്ത് വലിയ വീഴ്ചകൾ നിയമസഭയിലടക്കം ചർച്ചയാകുന്ന വിഷയമുണ്ട്. ഇന്നലെ കൊല്ലത്ത് നിന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയുണ്ട്. ഏഴുകോണിലെ ചികിത്സാ പിഴവിൻ്റെ വാർത്തയുണ്ട്. അതിനു മുമ്പ് KB ഗണേഷ് കുമാർ ഭരണപക്ഷ MLA ഒരു ഡോക്ടറുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് നടത്തിയ വിമർശനമുണ്ട്. അതിൻ്റെ പേരിലുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. സ്വാഭാവികമായും അത്തരം കാര്യങ്ങൾ കൂടി ഡോക്ടർമാരുടെ സമരത്തിൻ്റെ സമയത്ത് ജനങ്ങളുടെ ശ്രദ്ധയിൽ ചർച്ചയിൽ വരുമെന്ന് ഉറപ്പാണ്. ഏതായാലും ഡോക്ടർമാരുടെ സമരം ഇന്ന് പൊതുവിൽ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയെ ബാധിക്കും, ജനങ്ങൾക്ക് വലിയ വിഷമം ഉണ്ടാക്കുകയും ചെയ്യുമെന്നും ഉറപ്പാണ്.